വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നന്റ് ആകുന്ന എല്ലാവർക്കും തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കാണാൻ കഴിയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഇതൊട്ടും വിയേർഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമല്ല, എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ കാണുന്ന പ്രഗ്നൻസി ലക്ഷണമാണ് ഇതെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളിപ്പോൾ പീരിയഡ്സ് മിസ്സാകുന്നതിന് മുൻപ് പലർക്കും ഈ ഒരു ലക്ഷണം കാണാനായിട്ട് സാധിക്കും. ചിലർക്ക് പീരിയഡ്സ് മിസ്സായി കഴിഞ്ഞ് ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ പകുതിയൊക്കെ എത്തുന്ന സമയത്തായിരിക്കും ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പ്രഗ്നൻസി ഫെയിൽ ആയി പോയെന്നോ അല്ലെങ്കിൽ ഈ മാസവും പ്രഗ്നൻസി ആയിട്ടില്ല എന്നോ വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാവുകയാണെങ്കിലും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പീരിയഡ്സ് ഡേറ്റിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബ്ലീഡിംഗ് വളരെ കുറവാണെങ്കിൽ, അതായത് പീരിയഡ്സ് പോലുള്ള ബ്ലീഡിംഗ് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഒക്കെ പീരിയഡ്സിൽ ഉണ്ടാകുന്നത് പോലുള്ള ബ്ലീഡിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതിനർത്ഥം അവിടെയും നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് സ്മെല്ലിൽ കൂടുതൽ ഉണ്ടാകുന്ന, സ്മെല്ല് സെൻസ് ചെയ്യാനായിട്ടുണ്ടാകുന്ന കൂടുതൽ പവറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും എല്ലാ മനുഷ്യർക്കും സ്മെല്ല് ചെയ്യാനായിട്ടുള്ള, സ്മെല്ല് സെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതായത് നമ്മുടെ അടുത്തേ കൂടി ഒരു സ്മെല്ല് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, ഏത് സ്മെല്ലാണ്, എന്തിനെങ്കിലും വേറെ ഫുഡിന്റെ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്മെല്ലാണോ എന്നൊക്കെ സെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്മെല്ല് സെൻസ് ചെയ്യുന്നത് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പവർ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. വളരെ ദൂരത്തെ കൂടി എന്തെങ്കിലും പോയി കഴിഞ്ഞാലും അത് സെൻസ് ചെയ്യാനായിട്ട് ഒരു കഴിവ് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുമെന്ന് ചുരുക്കം. ഇനി ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് HCG ഹോർമോൺ ആണ്. പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഇൻക്രീസ് ആകുന്ന HCG ഹോർമോണിലൂടെ അത് ഉണ്ടാകുമ്പോഴേക്കും ഒരുപാട് മോർണിംഗ് സിക്നസും അതുപോലെ മറ്റുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഒരു സ്ത്രീക്ക് ഉണ്ടാകും. ഇങ്ങനെ തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് നമുക്ക് സ്മെല്ല് സെൻസ് ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടുക എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ഹോർമോൺ ആണ് ഈസ്ട്രോജൻ ഹോർമോൺ. ഈസ്ട്രോജൻ ഹോർമോൺ നമുക്ക് ലൂട്ടിയൽ ഫേസിന്, നമുക്ക് ഓവുലേഷൻ നടക്കുന്ന ഒരു ഫേസിൽ വേണ്ട ഒരു ഹോർമോൺ ആണ് ഈസ്ട്രോജൻ ഹോർമോൺ എന്ന് പറയുന്നത്. ലൂട്ടിയൽ ഫേസിൽ ഒന്ന് സൈലന്റ് ആകുന്ന ഹോർമോൺ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഇൻക്രീസ് ആകുന്നു. ഈ ഒരു ഇൻക്രീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും ഈസ്ട്രോജൻ ഹോർമോണുകളുടെ ആ ഒരു ഹൈക്ക് മൂലവും നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്മെല്ലിന്റെ ആ ഒരു പവർ ഇൻക്രീസ് ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത്തരത്തിൽ സ്മെല്ല് കൂടുതൽ നമുക്ക് സെൻസ് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകുമ്പോൾ അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് വോമിറ്റിങ്ങോ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസോ വരുന്നത്. നമുക്ക് കൂടുതൽ സ്മെല്ല് നമ്മുടെ മൂക്കിലോട്ട് അടിച്ചു കയറുമ്പോഴേക്കും ഈ ഒരു പ്രവണത പലർക്കും തന്നെ അവരുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. നമ്മുടെ കുഞ്ഞു വളരണമെങ്കിൽ അതിന് സേഫ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകണം. നമ്മൾ നിൽക്കുന്ന ഏരിയ പൊല്യൂട്ടഡ് ആണെങ്കിൽ ആ പൊല്യൂട്ടഡ് എയർ നമ്മൾ ഉള്ളിലോട്ട് വലിച്ചെടുക്കും. അതായത് ഒരു പ്രവണതയാണല്ലോ നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലീച്ച് പോലെയുള്ള സ്മെല്ല് നമ്മൾ കൂടുതലായിട്ട് സെൻസ് ഉള്ളിലോട്ട് എടുക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞിന് ഒട്ടും തന്നെ നല്ലതായിട്ടുള്ള കാര്യമല്ല. പൊല്യൂട്ടഡ് ആയിട്ടുള്ളതും കൂടുതൽ ടോക്സിൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നമ്മൾ നിൽക്കുമ്പോഴേക്കും അത് നമ്മളുടെ ആ ഒരു ബ്രീത്തിൽ കൂടെ കുഞ്ഞിലേക്ക് എത്തുകയും കുഞ്ഞിന്റെ ലൈഫിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു സമയമാണ്. കുഞ്ഞിന് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും പ്രോപ്പർ ആയിട്ട് കിട്ടേണ്ട ഒരു സമയമാണ്. ആ സമയങ്ങളിൽ നമ്മൾ നല്ലൊരു എൻവയോൺമെന്റിൽ നിന്നിട്ടില്ല എങ്കിലോ നല്ലൊരു ചുറ്റുപാട് നമുക്ക് ഇല്ല എങ്കിലോ അത് കുഞ്ഞിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. അതിൽ നിന്നെല്ലാം ഒന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ കൊടുക്കുന്ന ഒരു പവറാണ് ഇത്തരത്തിൽ സ്മെല്ല് കൂടുതൽ സെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ എന്ന് പറയുന്നത് കേട്ടോ. ആ ലക്ഷണം അതുമാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഏതെല്ലാം കാര്യങ്ങൾക്കായിരിക്കും നമുക്ക് ഇത്തരത്തിൽ ആ ഒരു പവർ കൂടുതലായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫുഡിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ മുട്ട, അതുപോലെ തന്നെ മീറ്റ്, ഇതെല്ലാം വേവിക്കുന്ന സ്മെല്ല് നിങ്ങൾക്ക് പറ്റാതെ വരും. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുന്ന സ്മെല്ല്, മീൻ വറുക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്നാക്സും ഒക്കെ വറുത്തെടുക്കുന്നതിന്റെ സ്മെല്ല് നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റില്ല. അതുപോലെ തന്നെ ഒനിയൻ, നമ്മുടെ
ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, ഇതിന്റെ ഒന്നും സ്മെല്ല് പലർക്കും പറ്റില്ല. ആൽക്കഹോളിന്റെ സ്മെല്ല് ഒട്ടും പറ്റില്ല. സിഗരറ്റ്, അതുപോലെ ഹാൻഡ് സാനിറ്റൈസറിന്റെ സ്മെല്ല്, ഇങ്ങനെ പല സ്മെല്ലുകളൊന്നും നമുക്ക് ഒട്ടും തന്നെ ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ചില ആളുകൾക്ക് എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് അടുത്തേക്ക് വരുന്ന ഒരു സ്മെല്ല് പോലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഒരുപാട് പേര് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഹസ്ബൻഡ് അടുത്തേക്ക് വരുമ്പോഴേക്കും ആ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ടൈം ഫുള്ള് ഹസ്ബൻഡിനെ അകറ്റി നിർത്തിയവരൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ ഒരു ലക്ഷണം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. സ്മെല്ല് കൂടുതലായിട്ട് നമുക്ക് മൂക്കിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വൊമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് നമുക്ക് കൂടും. അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ സ്മെല്ല് നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അവയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് ഇപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള സ്മെല്ല് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരാളോട് നിങ്ങളത് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഈ സ്മെല്ല് കൂടുതലായിട്ട് സെൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൊമിറ്റിംഗ് കൂടും. വൊമിറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്മെല്ലുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവയിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ടോയ്ലറ്റ്സിലാണെങ്കിലും റൂമിലാണെങ്കിലും അതുപോലെ നിങ്ങൾ ദേഹത്ത് ഉപയോഗിക്കുന്നതാണെങ്കിലും ഒരുപാട് ഫ്രാഗ്രൻസ് തരുന്ന അല്ലെങ്കിൽ അടിച്ചു കയറുന്ന തരത്തിലുള്ള സ്മെല്ലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പൊ ടോയ്ലറ്റ് പലരും ബ്ലീച്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള ലിക്വിഡ്സ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് പ്രഗ്നൻസി ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതൊരിക്കലും നിങ്ങൾക്ക് നല്ലതല്ല. നമുക്കത് കിട്ടുന്ന സമയത്ത് ഒരു സ്മെല്ല് ഉണ്ടാകുമെങ്കിലും അത് ബ്രീത്ത് ചെയ്തെടുക്കുന്നവർക്ക് ആർക്കും അതൊരു ഗുണമല്ല നൽകുന്നത്. അതുപോലെ തന്നെ കാറിൽ എയർ ഫ്രഷ്നർ ഉപയോഗിക്കുന്നവരുണ്ട്, റൂമിൽ ആ ഫ്രഷ്നേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നിന്നും നിങ്ങൾ പ്രഗ്നൻസി സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹസ്ബൻഡിന് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുക. നിങ്ങൾ സ്മോക്ക് ചെയ്തില്ലെങ്കിലും ആ സ്മോക്കിങ്ങിന്റെ സ്മെല്ല് നിങ്ങളിലോട്ട് എത്തുന്നത് ഒട്ടും തന്നെ കുഞ്ഞിന് നല്ലതല്ല. കുഞ്ഞിന് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ആ ഒരു സ്മെല്ല് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നത് മൂലം കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് ചവറുകൾ കത്തിക്കുന്നതോ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചിലർക്ക് അവരുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന സ്പ്രേയുടെയൊക്കെ സ്മെല്ല് ആ ഒരു പ്രഗ്നൻസി സമയത്ത് പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്മെല്ല് മൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് കുറച്ചൊന്ന് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നത് ശരിക്കും പ്രഗ്നൻസിയുടെ ആ ഒരു ഫസ്റ്റ് വോമിറ്റിംഗ് എനിക്ക് തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് മഞ്ഞവെള്ളം വൊമിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു മഞ്ഞവെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലെ ഇവിടെ കക്കയിറച്ചി വേവിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സ്മെല്ല് അടിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വോമിറ്റ് ആ ഒരു 7 മണി എന്നുള്ള ടൈം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചത് വോമിറ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്തായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു വീണ്ടും വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസീസ് കൂടിക്കൊണ്ടിരിക്കും. അതൊരിക്കലും നല്ലതായിട്ടുള്ളൊരു കാര്യവുമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈം നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടും അതുപോലെ എൻജോയബിൾ ആയിട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ്. നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പേർളി മാണിയുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒരുപാട് ഇങ്ങനെ സ്മെല്ലുകളെ പറ്റി പേർളി കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ കഴിയുന്നതിനെ പറ്റിയിട്ട് പേർളി ഭയങ്കര ക്രേസി ആയിട്ട് അതിലത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നല്ലൊരു ഹാപ്പിനെസ്സും കിട്ടും. അതുപോലെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം